കൂട്ടുകാരെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോഴും പോകാൻ പോകുന്നത് മ്യൂസിയത്തിനകത്തുള്ള മൃഗശാല സൂവിനകത്തുണ്ട്. അപ്പോൾ സൂവിൽ ഇപ്പോൾ എന്തൊക്കെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ വിശദമായിട്ട് തന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ 2025 നമ്മുടെ മ്യൂസിയത്തിലെ മൃഗങ്ങളെ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പാർട്ട് ബൈ പാർട്ട് ആയി പോകുന്നുള്ള അറിയത്തില്ല, എന്നാലും നമ്മൾ ഫുൾ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം അല്ലേ? മ്യൂസിയത്തിനകത്ത് വന്ന് കയറുമ്പോൾ തന്നെ നേരെ അക്വേറിയം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ മൃഗശാല. നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് പോവേണ്ടത്. നമ്മളിനി നേരെ പോവേണ്ടതെന്ന് പറയുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവേനെ കേട്ടോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് വേണം കയറാൻ. അപ്പോൾ ടിക്കറ്റ് എടുത്തു. കൊച്ചുകുട്ടികൾക്ക് 10 രൂപയും നമുക്ക് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് മാത്രം എടുത്താൽ മതി, കൊച്ചുകുട്ടി മീനുണ്ണി വേണ്ട. നേരത്തെ പഴയത് തന്നെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ മ്യൂസിയത്തിനകം നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. യെസ്, കാട. പിന്നെ എൻ്റെ പൊന്നോ എൻ്റെ വാവച്ചി. സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന കാട്ടുപോത്ത് കേട്ടോ. അപ്പോൾ അതാണ് ദൂരം അവിടെ കാണുന്നത്. നോക്കിയേ, അവിടെ കാണുന്നുണ്ടോ കാട്ടുപോത്ത്. അങ്ങോട്ട് പോയി കാണാം മക്കളെ, ഇങ്ങോട്ട് പോടി. അപ്പോഴേ ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ തൊട്ടിടസെല്ലാവരും കാണുന്നത് സിംഹവാലൻ കുരങ്ങനാണ് കേട്ടോ. അതോ മേളിൽ കാണുന്നത് നോക്കിയേ, സിംഹവാലൻ കുരങ്ങൻ. സൂപ്പർ. ബംഗാൾ കുരങ്ങ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരിക്കൽ ഇതേപോലെ കുഞ്ഞിനെപ്പോൾ വന്ന സമയത്ത് മീനു ഇത് കണ്ടിട്ട് ഓടിയിട്ടുണ്ട്. പേടിച്ച് ഓടിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതല്ല എല്ലായിടത്തും ഇവിടെ ഇതേപോലെ തന്നെയായിരുന്നു. ഇവിടെ ഇത് കല്ലാലാണ് കേട്ടോ, കല്ലാലി. ഇതൊരു ടൈപ്പ് ആലാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. ഇതിൽ കൂടെ ചേർന്ന് നിൽക്കുന്നത് ഞാവലാണ്, ഞാവൽ. ഇവിടെ ഉണ്ട് ബംഗാൾ കുരങ്ങൻ. ബംഗാൾ കുരങ്ങൻ ഈ കൂടുതൽ 3 ഐറ്റമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. വെള്ളറിയ, പിന്നെ വൻതത്ത, കാട്ടുകോഴി. അപ്പോൾ ഇതിൽ വെള്ളറിയതാ ഇവിടെ ഉണ്ട്. ഈ വൻതത്ത എവിടെ? കാട്ടുകോഴിയൊക്കെ ഉണ്ടായിരുന്നു. കാട്ടുകോഴി അങ്ങ് അപ്പുറ സൈഡിലേക്ക്. വെള്ളറിയ ഇതാണ്. പിന്നെ വൻതത്ത. കാട്ടുകോഴി അതിലേ ഓടുന്ന കേട്ടോ, ഓടിപ്പോവാ കാട്ടുകോഴി. നമ്മളിതിലിവിടെ നോക്കിയിട്ട് നമ്മൾ ഇത് കാണാൻ പറ്റിയില്ല കേട്ടോ, നമുക്ക് തത്തയെ കാണാൻ പറ്റില്ല. റിയക്കുട്ടി. ഈ കാണുന്ന മരം എന്തായാലും കരിമരമാണ് കേട്ടോ. ഇതറിയാന്നുള്ളവരുണ്ടെങ്കിൽ പറയും, അതായത് കരിമരം. മൂങ്ങയാണ് മോളെ ഇത്. മിണ്ടാതെ അങ്ങനെ ഇരിക്കണത്. നീ പോയി ചോദിച്ചു എന്താടാ ഇറങ്ങണോടി, ഞാൻ മിണ്ടൂല. കലിജ് ഫെസന്റ് എന്ന് പറയുന്ന സാധനമാണ് ഇട്ടേക്കുന്നത് ഇതിനകത്ത്. ഇത് കൊടുക്കണം അങ്ങ് അറ്റത്തോടെ. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ബോർഡൊന്നുമില്ല കേട്ടോ. നിന്റെ പേര് നീ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ആമസോൺ തത്ത. ഇതാണ് ആമസോൺ തത്ത. യെസ്, ആമസോൺ തത്ത. തല്ലി എന്ന് പറയുന്ന ഒരു മരം കേട്ടോ. ഇതാണ് തല്ലി. അപ്പോൾ ഈ മരത്തിൻ്റെ നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്നതിലൊരു വ്യത്യാസം ഒരു പ്രത്യേകത ഞാൻ കാണിച്ചത്. അതായത് നോക്കി, ഒരാളിറങ്ങിയെ ഒളിക്കാൻ പറ്റിയ രീതിയിലുള്ള താഴ്ച. എത്ര പൊത്ത്, അതെ, എത്ര പഴക്കം കാണുമല്ലേ ഇത്. കാട്ടുമൂങ്ങ അങ്ങ് മേലിരിക്കുക. ഇവിടെ
അതിനെ കിട്ടുന്നില്ല, നേരെ അതങ്ങ് ഇരുട്ടത്തായിപ്പോയി. ഇവിടെ ഒരു ഈഴച്ചെമ്പകം, നമ്മുടെ ഇവിടെ മ്യൂസിയത്തിനകത്ത് തന്നെ ഉള്ളതാണ്. ഓക്കെ, ചെമ്പകം. അതുകൂടാതെ തന്നെ ആഞ്ഞിലി എന്ന് പറയുന്ന നമ്മളെ അയണി ഒക്കെ ഉള്ള നമ്മളെ ആഞ്ഞിലി തത്തകളുടെ ഒരു കൂമ്പാരം. നേരത്തെ നമ്മുടെ തത്ത കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ നമ്മുടെ നാടൻ തത്തയാണെന്ന് തോന്നുന്നു. അടിപൊളി തത്ത കൂട്ടം, തത്തയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലേ വാച്ചി. അതുകൊണ്ട് നിങ്ങൾ തത്തയെ കണ്ടില്ല എന്ന് വിചാരിക്കും. സൺ കൊഞ്ഞൂർ എന്ന് പറയുന്ന ഐറ്റമാണ് ഇതോ. മേലിൽ കിടന്ന് പറന്ന് കളിക്കുന്ന സാധനമാണ് കേട്ടോ. അതായത് കണ്ട സ്കാർലറ്റ് മുക്കാവു. ഇതാണ് സ്കാർലറ്റ് മുക്കാവു. അതെ, നമ്മളെ തോളിലൊക്കെ പിടിച്ചിരുത്തി ആയിട്ടുണ്ട്. തൂ അവിടെ ഇരിപ്പുണ്ട് സാധനം. തോ അങ്ങ് അകത്തൂട്ടിരിക്കണം. അതെ, അതാണ്ട് അങ്ങ് അകത്തൂ ഇരിക്കുക. ഈ ഷെഡിനകത്ത് നമ്മുടെ എലികളുടെ ഒരു കൂമ്പാരം തന്നെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. എലികളൊക്കെ ഒരുപാട് കിടന്ന് ഓടുന്നുണ്ട്. പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷേ നമ്മളിതിൻ്റെ മേലിലൊരു തത്തയുണ്ട്, ഒരു വെള്ള തത്ത. ഇതെന്താണ് ഈ തത്തയുടെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു വെള്ള തത്തയുടേതാ, ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. പാം കൊക്കാറ്റു എന്ന് പറയുന്ന ഐറ്റം എന്താ? അതാണ് പാം കൊക്കാറ്റു. ഇതിനകത്തും നമ്മുടെ എലിക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. നോക്കിയേ, ഗ്രീൻ വിങ്ഡ് മക്കാവോ എന്ന് പറയുന്ന ഐറ്റം നമ്മളിതാ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് അത്. നാടൻ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അത് ആഞ്ഞിലും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. എന്നാലും ആ കൂട്ടത്തിൽ നമ്മൾ പേരുകൾ കേട്ട് പോലും പരിചയമില്ലാത്തവർ. മലപൂരം എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ. അതായത് നോക്കി, നമ്മളിതാ വന്ന വഴിക്ക് ദിസ് വേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈറയൊക്കെ വെട്ടിയിട്ടേക്ക്. ആനപ്പുളിഞ്ചി, ഇതാണ് ആനപ്പുളിഞ്ചി കേട്ടോ. ഇതാണ് ഐറ്റം. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കാണാൻ അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത ഐറ്റങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇപ്പോഴിതൊന്നും നിലവിലില്ല, എങ്ങും കാണാനൊക്കെ കിട്ടത്തില്ല. അതിനകത്ത് പുളിഞ്ചിയുണ്ട്. അതെയല്ലോ. എലിച്ചുഴി എന്ന് പറയുന്ന ഐറ്റമാണ് കേട്ടോ ഈ മരം. ഇത് ഒരു സൈഡ് പട്ടിയിക്കുക. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ്, ശ്രീലങ്ക എന്നിടങ്ങളിൽ കാണപ്പെടുന്ന നമ്മുടെ ഹനുമാൻ കുരങ്ങാണ് കേട്ടോ. അത് ആ മരത്തിലുണ്ട്. പൂണ്ട് അതിൻ്റെ മേലെ ഇപ്പോൾ ഈ മരത്തിലുണ്ട്, പക്ഷെ ഇത് മറഞ്ഞിരിക്കുക. നമ്മളതാ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഓറോൺസ്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകും. വെള്ളിമൂങ്ങ ഊണ്ട് അതിൻ്റെ മേലിരിപ്പുണ്ട്. ഇവിടെ വെള്ളിമൂങ്ങ, ഹിമാലയൻ കഴുകൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ ഉണ്ട് ഐറ്റം, ഹിമാലയൻ കഴുകൻ. അതുകൂടാതെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് വെള്ളവയറൻ, കടൽപ്പരുന്ത്, ബംഗാൾ കഴുകൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടേക്ക് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മ്യൂസിയത്തിനകത്ത് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്. നമ്മൾ അന്ന് വന്നപ്പോഴും വേറെ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ മരങ്ങൾ, മരത്തിൻ്റെ ഒന്നും പേരിവിടെ എഴുതി വെച്ചിട്ടില്ല. ബ്ലാക്ക് ബീൻ എന്നതാണ് ഈ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബീൻ, ഇതാണ് ബ്ലാക്ക് ബീൻ. ഇവിടെ ടോയ്ലറ്റും വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ടോയ്ലറ്റൊക്കെയാണ് ഇത്. ടോയ്ലറ്റും വിശ്രമ കേന്ദ്രമൊക്കെയാണ് ഇവിടെ.
ഡ്രാഗൺ ബാമ്പു മൊത്തം അതാണ്. ഇത് കാണാത്ത ആൾക്കാർക്കായിട്ടാണ് കേട്ടത്. ഡ്രാഗൺ ബാമ്പു എന്ന് പറയുന്ന ഈ ഐറ്റം. ഇവിടെയാണ് നമ്മുടെ നീർനായ ഉള്ളതെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ നീർനായ ഒന്ന് കാണാൻ പോകും കേട്ടോ. നീർനായ തന്നണ്ട മഴമരം നോക്കിയേ. മഴമരം ഇത്ര വലുതാണെന്ന് നോക്കിയേ. ഇത്ര കൊല്ലത്തെ പഴക്കം കാണും ഈ മഴത്തിന്. നീർനായയുടെ പരിബന്ധനം ഉദ്ഘാടനം 17/3/2017 കേട്ടോ. സാധാ മഞ്ഞ ബാമ്പു ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിപ്പോൾ കിട്ടാൻ വളരെ കുറവാണ് കേട്ടോ. സാധാരണ മുള, നമ്മുടെ മുള, മഞ്ഞ മുള. പന്നിക്കരടി അഥവാ തേൻകരടി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഏരിയയിൽ എങ്ങും കണ്ടില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ. താഴെ ഒരു ചെറിയൊരു കുളവും, അത് ചെറിയൊരു കുളമല്ല, വലിയൊരു കുളം. പക്ഷെ അതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവർ വെറുതെ ഇട്ടിരിക്കുന്നതായിരിക്കും, വല്ല മുഷി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടുകാരെ, അല്പസമയം ഇടവേള. അപ്പോൾ ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതാണ് അടുത്ത വീഡിയോ കാണാൻ.